പാലക്കാട് ചിറ്റൂർ എരുമങ്കോട് നിന്ന് കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. വീടിന്റെ സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹാന്റേത് മുങ്ങിമരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്റണി ജിസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഇന്നലെ തൊട്ട് തുടങ്ങിയ ആ ഒരു തെരച്ചിൽ അത് 21 മണിക്കൂറോളം നീണ്ടു. പിന്നീടാണ് മൃതദേഹം കിട്ടുന്നത്. എന്തൊക്കെയാണിപ്പോൾ പുരോഗമിച്ച അല്ലെങ്കിൽ അവസാനിച്ച നടപടികൾ? പോസ്റ്റ്മോർട്ടമൊക്കെ അവസാനിച്ചു. മൃതദേഹം കൈമാറുന്ന നടപടികളൊക്കെ എങ്ങനെയാണ്? 21 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി സുഹാന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സുഹാനെ കാണാതാകുന്നത്. സുഹാൻ പതിവായി ഈ വീടിനൊക്കെ സമീപത്തുള്ള കുളങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുളങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു ഡോഗ് സ്ക്വാഡിലെ നായ കഴിഞ്ഞ ദിവസം ആ കുളത്തിനടിയിലേക്ക് എത്തിയതും ആ കുളത്തിന് സമീപം സുഹാൻ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഏതാണ്ട് 5ഓളം ആമ്പൽ കുളങ്ങൾ ഈ വീടിന് സമീപത്തുണ്ട്. ആ കുളങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തി. മാത്രമല്ല ആ പ്രദേശത്തും വ്യാപകമായി നാട്ടുകാർ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും സുഹാനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്ന് തുടരുന്നതിനിടെയാണ് രാവിലെ ഈ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. അതായത് ഈ സുഹാന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 700 മീറ്റർ അകലത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയ കുളം എന്ന് പറയുന്നത്. ആ കുളത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തൊക്കെ നേരത്തെ തിരച്ചിൽ ഇന്നലെ ഒന്നും നടത്തിയിരുന്നില്ല. അങ്ങനെ ഒരു സാധ്യത നാട്ടുകാരോ അല്ലെങ്കിൽ പോലീസോ ഫയർഫോഴ്സോ ഒന്നും കണ്ടിരുന്നില്ല. കാരണം അത്രയും ദൂരെ മാറിയുള്ളൊരു കുളമാണ്. മാത്രമല്ല ഈ കുളത്തിന് ചുറ്റും ഒരു കനാലുമുണ്ട്. അത് അല്പം ആഴമുള്ളൊരു കനാൽ, വെള്ളമില്ലാത്തൊരു കനാലുമുണ്ട്. അപ്പോൾ അത് മറികടന്ന് കുട്ടി പോകാനുള്ള സാധ്യതയും ആരും കണ്ടിരുന്നില്ല. ഏതായാലും നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. ഇന്നലെ വൈകുന്നേരവും അവിടെ ആളുകൾ ഇത്തരത്തിൽ വെള്ളവും കുളിക്കാനും അലക്കാനും ഒക്കെ എത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് സുഹാനെ അവിടെ ആ മൃതദേഹം ആ കുളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് മുങ്ങി മരണമാണ് എന്നുള്ളതാണ്. കുട്ടിയുടെ ശരീരത്തിൽ മറ്റു പാടുകളോ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം കുട്ടി ഈ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അപകടത്തിൽ പെട്ടതാകാം എന്നുള്ളതാണ് ഇപ്പോഴൊരു നിഗമനം എന്ന് പറയുന്നത്. ഏതായാലും കുട്ടി എങ്ങനെ അവിടേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസ്. വീണ്ടും വിശദമായി തന്നെ ആ ഭാഗത്ത് പരിശോധന അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഏതാണ്ട് 700 മീറ്റർ ദൂരത്തിലാണ് ഈ പറയുന്ന ഈ കുളം ഉള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി എങ്ങനെ അവിടേക്ക് എത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് നാട്ടുകാരടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.